റാഫി കരീം വിശദാംശങ്ങളുമായി. റാഫി, രാജ്യത്തെ തന്നെ ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള ജയിലുകളിൽ ഒന്നായാണ് വിയ്യൂർ സെൻട്രൽ ജയിൽ അറിയപ്പെടുന്നത്. പക്ഷേ ആ സുരക്ഷാ നിർദ്ദേശങ്ങളൊക്കെ അതേപടി പാലിക്കപ്പെടുമോ എന്നുള്ളതിലാണ് നമുക്ക് സംശയം വരുന്നത്. കാരണം അതീവ സുരക്ഷാ ബ്ലോക്കിൽ നിന്നാണ് ഇന്നലെ ഇയാൾ ചാടിപ്പോയത്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഏകാന്ത തടവുകാരനായി ഇയാൾ ഇരിക്കും, വലിയ സുരക്ഷയുണ്ടാകുമെന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? അനുജ, അധികൃതർ നൽകുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശക്തമായ സുരക്ഷാ കാവലിലായിരിക്കും ഗോവിന്ദച്ചാമി വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിൽ കഴിയുക എന്നുള്ളതാണ്. 536 തടവുകാർക്ക് താമസിക്കാൻ കഴിയുന്ന തരത്തിൽ അതീവ സുരക്ഷാ ജയിലാണ് വിയ്യൂരിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ ജയിലിൽ നിലവിൽ 125 തടവുകാരാണുള്ളത്. 126ാമനായിട്ടായിരിക്കും ഗോവിന്ദച്ചാമി തൃശ്ശൂരിലെ വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് എത്തുക. ഇവിടെ ഏകാന്ത തടവുകാരനായിട്ടായിരിക്കും ഗോവിന്ദച്ചാമി കഴിയുക. ഒരാവശ്യങ്ങൾക്കും ഗോവിന്ദച്ചാമിയെ സെല്ലിൽ നിന്ന് പുറത്തേക്ക് ഇറക്കില്ല. ഭക്ഷണമടക്കമുള്ള കാര്യങ്ങൾ സെല്ലിനകത്ത് നൽകുന്ന രീതിയിലാണ് അധികൃതർ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ 700 മീറ്റർ ചുറ്റളവിലുള്ള അതീവ സുരക്ഷാ ജയിലിൽ 10 അടി ഉയരത്തിലായിരിക്കും സംരക്ഷണ മതിലുള്ളത് എന്നുള്ളതാണ്. 7 മീറ്റർ ഉയരത്തിലുള്ള സംരക്ഷണ മതിലും അതിനു മുകളിൽ 3 മീറ്റർ ഉയരത്തിൽ വേലിയുമുണ്ടാകും, കമ്പി വേലിയുമുണ്ടാകും. ഈ നിലയിലുള്ള ക്രമീകരണങ്ങളാണ് തൃശ്ശൂരിലെ വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലുള്ളത്. നേരത്തെ കണ്ണൂരിൽ നിന്ന് ഗോവിന്ദച്ചാമി ചാടിക്കടന്ന മതിൽ അതിന് 7 അടിയോളം ഉയരമുണ്ട്. ഇവിടെ 10 അടി ഉയരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സുരക്ഷാ മതിലുള്ളത്. ഒപ്പം തന്നെ 4 വാച്ച് ടവറുകൾ, ആ 4 വാച്ച് ടവറുകളിലും 24 മണിക്കൂർ നിരീക്ഷണം, CCTV ക്യാമറയുടെ നിരീക്ഷണം, ഒപ്പം തന്നെ ആയുധധാരികളായ ഉദ്യോഗസ്ഥരുടെ കാവലും ഈ അതീവ സുരക്ഷാ ജയിലിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ നിലയിലുള്ള ക്രമീകരണങ്ങളാണ് ഈ അതീവ സുരക്ഷാ ജയിലുള്ളത്. കൊടും കുറ്റവാളികളാണ് 125 പേർ ഇപ്പോൾ താമസിക്കുന്നത്. അതിൽ 126ാമനായി ഗോവിന്ദച്ചാമി എത്തുമ്പോൾ കണ്ണൂരിൽ സംഭവിച്ചത് വിയ്യൂരിൽ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. ഒപ്പം തന്നെ ഗോവിന്ദച്ചാമിയെ ഈ വിയ്യൂരിലേക്ക് എത്തിക്കുമ്പോൾ സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി AR ക്യാമ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. AR ക്യാമ്പിലെ ഉദ്യോഗസ്ഥരെ കൂടി ഒരുക്കിയുള്ള സുരക്ഷയാണ് ഇന്ന് വിയ്യൂരിൽ ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ ഗോവിന്ദച്ചാമിയുമായുള്ള വാഹന വ്യൂഹം അത് തൃശ്ശൂരിൻ്റെ അതിർത്തി കടക്കുമ്പോൾ മുതൽ പോലീസിൻ്റെ കനത്ത സുരക്ഷയുണ്ടാകും. ആ നിലയിൽ ശക്തമായ ക്രമീകരണങ്ങൾ ഈ തൃശ്ശൂരിലേക്ക് ഈ വിയ്യൂരിലേക്ക് ഗോവിന്ദച്ചാമി എത്തുമ്പോൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും വലിയ അപമാനമായി മാറിയ ഒരു വിഷയമാണ് കണ്ണൂരിൽ നിന്ന് ഗോവിന്ദച്ചാമി ജയിൽ ചാടി പുറത്തു കടന്നത്. അതുകൊണ്ട് തന്നെ വിയ്യൂരിൽ ഇത്തരത്തിലുള്ള ഒന്നും ആവർത്തിക്കാതിരിക്കണം എന്നുള്ളതാണ് അധികൃതരുടെ മനസ്സിലുള്ളത്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുമാണ് അധികൃതർ നടത്തിയിരിക്കുന്നത്. അതാണ് ഗോവിന്ദച്ചാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നു. അതീവ സുരക്ഷയുള്ള ഇടമാണ് വിയ്യൂർ സെൻട്രൽ ജയിൽ എന്നതാണ് പറയപ്പെടുന്നത്.